അല്ല ഇനി കിട്ടും. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരാൾ പറഞ്ഞതാണ് ഈ HNS അഥവാ HNS എന്ന് പറഞ്ഞാൽ ലോക്കൽ സെറ്റപ്പാണ്. അപ്പോൾ ആ ലോക്കൽ സെറ്റപ്പ് ആണോ അല്ലയോ എന്നുള്ളത് ഞാൻ ഈ വീഡിയോ കൂടെ കാണിക്കാം. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോകാം കേട്ടോ. ഇതാണ് ഫ്രണ്ട് വ്യൂ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതൊരു ഷട്ടറിൻ്റെ അത് അകത്തെ ലൈറ്റിൻ്റെയാണ് ഈ ഒരു ഫ്ലിക്കറിങ് വന്നത് കേട്ടോ. അപ്പോൾ അതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇവിടെ ഉള്ള ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം എഴുതിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഹൈഡ്രോ ഫേഷ്യൽ അത് ഇതെല്ലാം. അപ്പോൾ ഇത് അറിയാമല്ലോ നമ്മുടെ 10 ആൾക്കാരാണ് വലിയ. അപ്പോൾ ഇതാണ് നമ്മുടെ ആകം. ഇവരുടെ ആകം ഫസ്റ്റ് റിസപ്ഷൻ ഏരിയ പറഞ്ഞതാണ്. ഇതാണ് നമ്മുടെ ഡോക്ടർ. അപ്പോൾ ഇനി ഡോക്ടർ പറയും ബാക്കിയെല്ലാം. ഡോക്ടർ പൊതുവേ ഇത് നമ്മുടെ ഈ HNS പറഞ്ഞ ഈ ഒരു സ്ഥാപനം ഒരു ലോക്കൽ സെറ്റപ്പ് ആണോ, ലോക്കൽ സെറ്റപ്പ് ആണോ ഇല്ലേ എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർക്ക് കാണണം. അപ്പം നമ്മളിപ്പോൾ വന്നത് നമ്മുടെ ഫസ്റ്റ് റിസപ്ഷൻ ഏരിയ ആണ്. റിസപ്ഷൻ ഏരിയ ആണ്. ഈ സൈഡ് മുഴുവൻ സ്കിന്നിലുള്ള ട്രീറ്റ്മെന്റ്സ് എല്ലാം ഉള്ളതാണ്. ഈ സൈഡിൽ ഈ കാണുന്ന സൈഡ് മൊത്തം സ്കിന്നിനുള്ള ട്രീറ്റ്മെന്റ് ആണെന്നാണ് പറയുന്നത്. ഞാൻ ആക്ച്വലി ഇങ്ങോട്ടൊന്നും കയറിയിട്ടില്ല, കാര്യം എനിക്ക് സ്കിന്നിൻ്റെ ആവശ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് കയറേണ്ട ആവശ്യം വന്നിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞാനും കാണുന്നത് കേട്ടോ അതൊക്കെ. ഇപ്പോൾ നമ്മൾ സ്കിന്നിന് ഓരോരോ പ്രൊസീജിയറും ഓരോരോ റൂമായിട്ടാണ്. ഇത് ഓരോ പ്രൊസീജിയറിനും ഓരോ റൂമാണ് അല്ലേ? ഓരോ റൂമാണ്. ഓക്കെ. ഇപ്പോൾ എക്യുപ്മെൻറ്റ്സ് ഒക്കെ എഴുപ്പുണ്ട്. ഇവിടെ ഉണ്ട്. അതെല്ലാം പ്രൊസീജിയർ റൂമാണ്. സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയർ റൂംസ് ആണ്. ഓരോരോ പ്രൊസീജിയറും വന്നുണ്ട്. ഇതിപ്പോൾ എന്താ ഒരുപാടുണ്ടല്ലോ. എന്താ പറയുക, ഇതിപ്പോൾ തന്നെ എത്ര റൂമായത് താഴെ ഇതിനകത്ത്? ഈ ഒരു ഇതിനകത്ത് 2, 3, 4, 5, 6 റൂമായി അല്ലേ? ഇത് ലേസറിൻ്റെ. ഇത് ലേസർ ട്രീറ്റ്മെൻ്റ് റൂമാണ് ഈ കാണുന്നത്. ഇത് മൊത്തം സ്കിന്നോട് ബന്ധപ്പെട്ടത് 1, 2, 3, 4, 5, 6 റൂംസ് അല്ലേ? ഇത് സ്കിന്നിൻ്റെ പ്രൊസീജിയേഴ്സിന് മാത്രമേ ഉള്ളൂ. കൺസൾട്ടിങ് സെപ്പറേറ്റ് ആണ്. പിന്നെ അവർ വെയിറ്റ് ചെയ്യുന്നതും വേറെ. ഇത് നമ്മുടെ ലോക്കൽ സെറ്റപ്പാണ് കേട്ടോ, ചെറിയ സെറ്റപ്പ് അല്ല, അത്യാവശ്യം വലിയ ലോക്കൽ സെറ്റപ്പാണ്. ഇത് പേഷ്യൻസിന് കൺസൾട്ടിങ്ങിന് വന്നിരിക്കാവോ? സ്കിന്നിന് മാത്രമാണോ അത്? രണ്ടും മാമിൻ്റെ റൂമാണിത്. ഓക്കെ. മാമിൻ്റെ റൂം, ഇതെൻ്റെ, പിന്നെ മറ്റു സാറിൻ്റെ മാമിനൊക്കെ അകത്തോട്ടുള്ള റൂമാണ്. ഓക്കെ. അപ്പോൾ ഈ നേരെ കാണുന്ന ഡോക്ടറിൻ്റെ റൂം. അപ്പോൾ നമുക്ക് ഇവിടെയാണ് ഇവരുടെ ഈ സർട്ടിഫിക്കറ്റ്സ് ഞാനൊക്കെ വെച്ചിട്ടുള്ളത്. നമുക്ക് ഈ റൂമിലോട്ട് കയറാം. അപ്പോൾ ഇതാണ് എന്നെ കൺസൾട്ട് ചെയ്ത ഡോക്ടറിൻ്റെ റൂം. അവർക്ക് മിററൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഇത് നമ്മൾ നോക്കിയിട്ടൊക്കെയാണ് തീരുമാനിക്കണം. അപ്പം ഇതാണ് സർട്ടിഫിക്കറ്റ്സ്. അപ്പോൾ അത് 1 by 1 ആയിട്ട് കാണാം. അപ്പോൾ ഇതാണ് ഹോസ്പിറ്റലിൻ്റെ ലൈസൻസ് ആയിട്ട്. ഈ മഞ്ഞയോ? മഞ്ഞല്ല അല്ലേ? മഞ്ഞയാണോ? മഞ്ഞയാണ്. ഇപ്പോൾ ഈ കാണുന്ന യെല്ലോ ആണ് ഹോസ്പിറ്റലിലെ ലൈസൻസ്. അപ്പോൾ അതും വ്യക്തമായിട്ട് നോക്കുന്നവർക്ക് നോക്കാം. അപ്പോൾ റിന്യൂവൽ ചെയ്ത ഡേറ്റും അത് എത്ര നാൾ വരെ വാലിഡ് എന്നുള്ളത് ഉണ്ടാവും. പിന്നെ ബാക്കി പൊല്യൂഷൻ ബോർഡിനും പിന്നെ ഡോക്ടേഴ്സ് ഇതൊക്കെയാണ്. ഇതാണ് നമ്മുടെ എല്ലാ ആൾക്കാരും ചോദിച്ചുകൊണ്ടിരുന്നത്. മുകളിലുള്ളതും ഒരു ഡോക്ടറിൻ്റെ തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ ഏതാണ് സുജിത? ഞാൻ അപ്പുറത്ത് ലാസ്റ്റിലുള്ളത്. താഴെ ഇതോ? അതാണ് എൻ്റെ. ഓക്കെ. പക്ഷെ കണ്ട ഡോക്ടറാണെന്ന് പറയുന്നത്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഇല്ല. ഇതാണ് നമ്മുടെ സുജിത മാം. ഈ കാണുന്ന ഡോക്ടർ കാണിക്കണ്ട, അത് ആധാർ കാർഡിലുള്ളത് എൻ്റയർലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇവരാണെങ്കിൽ പറയാം ആൾമാറ്റമാണെന്ന് പറഞ്ഞാലേ, അങ്ങനത്തെ ആൾക്കാരാണ് നമ്മുടെ പ്രേക്ഷകരല്ല ചില ആൾക്കാർ. ഇത് കഴിഞ്ഞ് നീ അടുത്ത് ഇത് പിന്നെ മാമിൻ്റെ റൂമാണ്. അവിടെ പേഷ്യൻ്റ് ഉണ്ട് ഇപ്പോൾ. ഓക്കെ. അപ്പോൾ അത് എന്ത് റൂമാണ് ആ കാണുന്നത്? മാം സ്കിന്നിൽ മാം. ഓ, ഇത് സ്കിന്നിൻ്റെ ഡോക്ടറിൻ്റെ റൂമാണ്. ഒരു മാമിൻ്റെ പോയി കാണിച്ചാൽ കോകില മാം അവരുടെ റൂമാണ്. ഇപ്പോൾ പേഷ്യൻ്റ് ഉണ്ട്. ഓക്കെ. ഓക്കെ. നമുക്കപ്പോൾ അങ്ങോട്ട് ഇപ്പോൾ കയറേണ്ട കാര്യമില്ല. സോ അവിടെ റൂമുണ്ട്, പേഷ്യൻ്റ് ഉണ്ട്. സോ അങ്ങോട്ട് കയറുന്നില്ല കേട്ടോ.
ശരി, അപ്പോൾ നമുക്കിനി ഈ ഫസ്റ്റ് ഫ്ലോറിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത നമ്മൾ നേരെ പോണ സെക്കൻഡ് ഫ്ലോറിലോട്ടാണ്. லைட் போட்டுடுங்க. நான் லைட் നമ്മൾ போட்டுடுறேன். സെക്കൻഡ് ഫ്ലോറാണ്. அட லைட்டை போட்டுடுறேன். அவ்வளோ லைட் போட்டுடுறேன். ഇത് നമ്മൾ PRPM GFCക്ക് ആയിട്ട് കൺസൾട്ടിങ്ങിന് വെയിറ്റ് ചെയ്തൊക്കെ റൂം. അപ്പോൾ ചെറിയ ലോക്കൽ സെറ്റപ്പ് ആണല്ലേ? ലോക്കൽ സെറ്റപ്പിലാണ്. ഇത് ഇവിടുത്തെ ഒരു കൺസൾട്ടിങ് റൂമാണ്. ഇത് ചെറിയ മുറിയാണ് ഇവിടുത്തെ കൺസൾട്ടിങ് റൂം. ഇത് ഫസ്റ്റ് ഫ്ലോറിലുള്ള കൺസൾട്ടിങ് റൂമാണ്. ഇതാണ് നമ്മുടെ PRP GFCക്ക് എല്ലാം വരുന്ന ആൾക്കാർ വെയിറ്റ് ചെയ്യേണ്ടത്. ചേഴ്സൊക്കെ ഒത്തിരി ഉണ്ടല്ലോ, ഒത്തിരി ആൾക്കാർക്ക് ഒരേ ടൈമിൽ ഇരിക്കാം. പക്ഷേ ഇതിപ്പോൾ ചെറുതാക്കിയതാ, റൂംസൊക്കെ കൂടുതലായതുകൊണ്ട് ഇപ്പോൾ ഒന്ന് ചെറുതാക്കിയതാ. ഇത് പിന്നെ നമ്മൾ സാമ്പിൾ ഇവിടെയാണ് നമ്മുടെ സാമ്പിൾ കളക്ട് ചെയ്യുന്നത്. PRPയിലുള്ള സാമ്പിൾ കളക്ട് ചെയ്യുന്ന ഏരിയ ആണിത്. ഇത് നമ്മുടെ PRP GFC പ്രൊസീജിയർ റൂമാണോ? പ്രൊസീജിയർ ചെയ്യുന്ന റൂമാണ് ഇത്. ഓക്കെ, ഇത് ഫസ്റ്റ് റൂമാണ്, ഇത് സെക്കൻഡ് റൂമാണ്. പിന്നെ ഇത് 3 റൂംസ് ഉണ്ട്. മൊത്തം 3 റൂമാണുള്ളത്. അപ്പോൾ ഒറ്റ ടൈം 3 പേർക്ക് നമുക്ക് GFCയിലും PRPയിലും ചെയ്യാം. അപ്പോൾ ഒത്തിരി നേരം വെയിറ്റ് ചെയ്യേണ്ട സാഹചര്യം പറഞ്ഞില്ല അല്ലേ? എന്നാലും തിരക്കുള്ള അനുസരിച്ച് അപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ല, പിന്നെ ഇത് ടൈം ഉണ്ടല്ലോ, നമ്മൾ ബ്ലഡ് എടുത്താലും നമുക്ക് എത്ര ടൈം, ഒരു 1 hour വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ പ്രൊസീജിയർ കംപ്ലീറ്റ്. ബ്ലഡ് കൊടുത്തിട്ട് സെൻട്രിഫ്യൂഷനൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വരാനാണെങ്കിൽ ഒരു 1 hour സമയം എടുക്കുള്ളൂ. PRP ആണെങ്കിൽ 45 minutes to 1 hour അത്രയേ ഉള്ളൂ. ഓക്കെ, അത് കാണിക്കോ. ഓക്കെ, മതി. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലുള്ള പിന്നെ ഇതിൽ തന്നെ മറ്റ് പേഷ്യൻസ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂമുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലുള്ള ഡോക്ടറിൻ്റെ കൺസൾട്ടിങ് റൂം കണ്ടു, പിന്നെ PRP GFC ചെയ്യുന്നത് കണ്ടു. ഇത്രയും ട്രീറ്റ്മെൻറ്റ്സാണ് ഇവിടെ ഉള്ളത്. ആ റൂം എനിക്കറിയാം, ഞാനും കിടന്ന റൂം അതാണ്. ഇത് നമ്മുടെ പേഷ്യൻസ് കിടക്കുന്ന റൂം. ഇവിടെയാണ് നമ്മളെ ഫുഡ് കൊടുക്കണം. നമ്മളപ്പോൾ നിങ്ങൾ ആര് വന്നാലും ഇരുന്ന് നിങ്ങൾക്ക് ഫുഡ് തരുന്ന സ്പേസ് ഇതാണ്. ഞാൻ ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. ഇത് നമ്മുടെ നഴ്സിംഗ് ഏരിയ. എനി ടൈം നഴ്സ് ഉണ്ടാവും ഈ ഭാഗത്ത്. ഇനി ഇതിൻ്റെ മുകളിലാണ് നമ്മൾ OT പറഞ്ഞത് അല്ലേ? ലിഫ്റ്റ് ഉണ്ട് അല്ലേ ഡോക്ടറെ? ലിഫ്റ്റ് ഉണ്ട്. പേഷ്യൻസ് ലിഫ്റ്റിൽ തന്നെ പോവാം. ഇവിടെ നമ്മൾ ചെരുപ്പ് ഊരിയിട്ട് കയറണം. അതൊക്കെ ചെരുപ്പ് ഇൻക്ലൂഡല്ല. അകത്തുകൊണ്ട് ഇപ്പം ക്ലീൻ ചെയ്തതാണ്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തുനിന്ന് കാണിക്കാൻ വേണ്ടി അകത്ത് വേണം. പിന്നെ നമുക്ക് ഈ പ്രൊസീജിയർ റൂമൊന്നും മാക്സിമം നമ്മൾ അകത്തോട്ട് കാണുന്ന നല്ലതല്ല. കാര്യം അത്ര ഹൈജീനിക് ആയിട്ടുള്ള സ്ഥലമല്ലേ. സോ നമ്മൾ അകത്തോട്ട് കയറില്ല. ഇത് മെഡിസിൻ ചെയ്യുന്ന സ്റ്റാഫ് റൂമാണ്. നമുക്ക് എൻട്രി ആണ്. ഇതാണ് നമ്മൾ പ്രൊസീജിയർ റൂം വേണ്ടത്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ അകത്തോട്ട് കാണണ്ട, അകത്ത് കയറേണ്ട. കാര്യം ഞാനിനി വല്ല അണുക്കളെയും കൊണ്ടാണ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് മെഡിസിൻ്റെ സ്റ്റോക്കുള്ള റൂം. ഇത് മെഡിസിൻ സ്റ്റോക്ക് റൂം. താഴെയുണ്ട്, ഇവിടെയുണ്ട്. ഓക്കെ, ഇത് ഇവിടുത്തെ മെഡിസിൻ നല്ല സ്റ്റോക്ക് ചെയ്യുന്ന റൂമാണ്. ഞാൻ ലൈറ്റ് കാണിച്ചിട്ട് കുഴപ്പമില്ല, ഓക്കെയാണ്. അല്ലേ, നമുക്കിപ്പോൾ ലോക്കൽ സെറ്റപ്പ് അല്ല എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. കാര്യം ലോക്കൽ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ ആൾക്കാർ കഴിക്കും ഒരു പെട്ടിക്കട എടുത്ത് വെച്ചിട്ടിരിക്കുകയായിരിക്കും അവർ. അതായിരിക്കും ഒരു 10 രൂപയ്ക്ക് ചെയ്യാൻ വിചാരിക്കും. നമുക്ക് ലിഫ്റ്റിൽ വേണമെങ്കിലും പോവാം, നടന്നു പോകും. പക്ഷെ നടന്നു പോവാം, നടക്കാം. ഇനി ഇതിൻ്റെ മുകളിലുള്ളത് നിങ്ങളുടെ സ്റ്റാഫുകളുടെ അക്കോമഡേഷൻ ആണല്ലേ? ഈ സ്റ്റാഫുകളെല്ലാം എപ്പോഴും ഇവിടെ തന്നെയാണോ സ്റ്റേ? കൂടുതലും സ്റ്റാഫുകളെല്ലാം ഇവിടെ തന്നെയാണ് അക്കോമഡേഷൻ സ്റ്റേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ 2 ദിവസം സ്റ്റേ എടുത്താലും എന്ത് പർപ്പസ് ഉണ്ടെങ്കിലും എപ്പോഴും നമ്മുടെ വെളിപ്പുറത്ത് ആളുണ്ട്. അങ്ങനെ പേടിയൊന്നും വേണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ.